إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ അംബിയ 31-32 വചനങ്ങൾ വജഅൽനാ ഫിൽ അർളി റവാസിയ വജഅൽനാ നാമാക്കി ഫിൽ അർളി ഭൂമിയിൽ റവാസിയ ശക്തമായ ഉറപ്പുള്ള മലകളെയാക്കി അൻ തമീദ ബിഹിം അതുകൊണ്ട് അവകൾ കൊണ്ട് ചെരിയുന്നതിന് എന്ന് പറഞ്ഞാൽ അവകൾ കൊണ്ട് ആ മലകൾ കൊണ്ട് ഭൂമി ചെരിഞ്ഞു പോകാതിരിക്കാൻ ശക്തമായ ഒരു ബാലൻസിംഗ് സംവിധാനമാണ് ഈ മലകൾ കൊണ്ട് അല്ലാഹു ഭൂമിക്കുണ്ടാക്കിയിരിക്കുന്നത്. അത്രയും മാത്രമേ നമുക്കറിയൂ. അതിന്റെ അകത്തേക്കുള്ള വിശദീകരണങ്ങൾ നമുക്കറിയില്ല, അല്ലാഹുവിന് മാത്രം അറിയാം. വജഅൽനാ ഫീഹാ നാമാക്കി ഫീഹാ ആ ഭൂമിയിൽ ഫിജാജൻ സുബുലൻ വിശാലമായ വഴികൾ, ഫിജാജൻ വിശാലമായ സുബുലൻ വഴികൾ, വിശാലമായ വഴികൾ ആ ഭൂമിയിൽ നാം ഉണ്ടാക്കി. ആ ഭൂമിയിൽ നിന്നും ഒരു പ്രദേശത്തു നിന്നും വേറൊരു പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്നതിനാവശ്യമായ വിശാലമായ വഴികൾ അല്ലാഹു നിർമ്മിച്ചിട്ടുണ്ട്. ലഅല്ലഹും യഹ്തദൂൻ അവരായേക്കാം യഹ്തദൂൻ സന്മാർഗികളായേക്കാം എന്ന് പറഞ്ഞാൽ ഈ പ്രാപഞ്ചിക സത്യങ്ങൾ, ഈ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെപ്പറ്റി ഉറ്റാലോചിച്ചുകൊണ്ട് അവർക്ക് സന്മാർഗികളായി മാറാൻ സാധിക്കുമെന്നാണ് ആ പറഞ്ഞതിനൊക്കെ പൊരുൾ. അതിനെപ്പറ്റി നമ്മൾ അതിന്റെ ഉള്ളിലിറങ്ങിക്കൊണ്ട് കൂടുതൽ ചിന്തിച്ചു പഠിക്കണം എന്നുള്ള ഒരു സൂചനയുമാണ് അത് നൽകുന്നത്. അടുത്ത ആയത്ത് ആകാശത്തെ നാമാക്കി സഖ്ഫൻ ഒരു മേൽക്കൂരയാക്കി, മഹ്ഫൂദൻ സംരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കി. അള്ളാഹുവിന്റെ സംരക്ഷണത്തിനുള്ള ഒരു മേൽക്കൂരയാണത്. അത് എങ്ങനെ അവരെ സംരക്ഷിക്കുന്നു, എങ്ങനെയാണ് ആ മേൽക്കൂരയുടെ നിർമ്മാണം എന്നൊന്നും നമുക്കറിയില്ല, അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ്. പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് മാത്രം. വഹും അവർ ആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ വചനങ്ങളെ പറ്റി അവർ പിന്തിരിഞ്ഞു കളയുന്നവരാണ്. അവർ നമ്മുടെ ആയാത്തുകളിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നവരാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും ഇത്രയും അവർക്കുള്ള നേർക്കുനേരെ അവർ കണ്ടുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെയും അവിടെ മുന്നിലുണ്ടായിട്ടും അതിൽ നിന്നൊക്കെ അവർ തിരിഞ്ഞു കളയുന്നവരാകുന്നു അവിശ്വാസികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതും. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ തന്നെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്.